എല്ലാവർക്കും നമസ്കാരം. ഗയ്യ പറയുന്നു എന്ന സീരീസിന്റെ 6ാമത്തെ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ ജീവനെ പറ്റി സംസാരിച്ചു. സ്വയം സംഘടിപ്പിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും സ്വയം സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ ഗയ്യയുടെ മഹാപ്രതിഭാസത്തെ പറ്റിയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇന്നത്തെ വിഷയം ഫീഡ്ബാക്ക് ലൂപ്പുകള്, ശരീരത്തിലെ ഒരു ഗയ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിന്യാസം, ഒഴുക്കായ വിന്യാസവും അതിന്റെ മാനേജ്മെന്റുമാണ് ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയം ഇതാണ്. പോസ്റ്റർ ഇവിടെ ഷെയർ ചെയ്യാണ്. ഗയ്യ സേസ്, ഞാൻ നിനക്ക് നൽകിയ ജീവനിലും ജീവിതത്തിലും ഉപയോഗശൂന്യമായ ഒന്നുമില്ല, അത് നീ ഉണ്ടാക്കുകയും അരുത്. ഞാൻ നിനക്ക് നൽകിയ ജീവനിലും ജീവിതത്തിലും ഉപയോഗശൂന്യമായ ഒന്നുമില്ല, അത് നീ ഉണ്ടാക്കുകയും അരുത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പ്രകൃതിയിലെ ഒരു 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 പാറ്റേണുകൾ. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അത് ദഹനം നടക്കുന്നു, ദഹനം നടന്ന് അതിൽ നിന്ന് പോഷകങ്ങളെ ശരീരം സ്വീകരിക്കുന്നു, അതിനുശേഷം അതിൽ നിന്ന് ഉണ്ടായ മാലിന്യത്തിനെ ശരീരം വീണ്ടും പുറത്തേക്ക് പുറന്തള്ളുന്നു. അപ്പൊ പ്രകൃതിയിൽ നിന്ന്, പരിസരത്ത് നിന്ന് ഒരു ഇൻപുട്ട് നമ്മൾ സ്വീകരിക്കുന്നു. ആ ഇൻപുട്ടിനെ അതിന്റെ പ്രവർത്തന രൂപത്തിൽ അതിന്റെ ഉള്ളിൽ നിന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിനൊരു ഔട്ട്പുട്ട് ആക്കിയിട്ട് പുറത്തേക്ക് വിടുന്നു. ഈ ഔട്ട്പുട്ട് തന്നെ പ്രകൃതിയിൽ നിന്ന് വീണ്ടും അത് മണ്ണിലേക്ക് ലയിച്ച് അതിൽ നിന്ന് വീണ്ടും വിഭവങ്ങൾ ഉണ്ടാവുന്നു. ഈ വിഭവങ്ങളിൽ നിന്ന് വീണ്ടും നമ്മൾ അത് ഇൻപുട്ട് ആക്കിയിട്ട് മാറ്റുന്നു. ഇത് ഒരു പ്രോസസ്സാണ്, പ്രപഞ്ചത്തിൽ നടക്കുന്ന പ്രോസസ്സ്. അപ്പൊ ഇതിൽ 2 സ്റ്റേജുകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഒരു ഫ്ലോ, ഒരു ഒഴുക്ക് നമുക്ക് കാണാൻ കഴിയും. ഈ ഒഴുക്ക് അതായത് ഔട്ട്പുട്ട് വന്നതിന് ശേഷം ഈ ഔട്ട്പുട്ടിനെ സ്വീകരിക്കുന്ന പുതിയ നെറ്റ്വർക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ ഫ്ലോ എവിടെയും സ്റ്റോപ്പ് ആവുന്നില്ല, എവിടെയും നിൽക്കുന്നില്ല. അപ്പൊ വീണ്ടും അതിനെ പുതിയ നെറ്റ്വർക്കുകൾ, പുതിയ ജീവജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങളൊക്കെ അതിനെ സ്വീകരിച്ച് വീണ്ടും അതിന്റെ വേറൊരു സിസ്റ്റത്തിന്റെ ഇൻപുട്ടാക്കി മാറ്റുന്നു. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു? പ്രകൃതിയിൽ ഉപയോഗശൂന്യമായ ഒരു വസ്തുവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ആ ഗയ്യയുടെ കോൺഷ്യസ്നെസ്സിൽ നിന്നാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. സസ്യലതാദികള് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു, അവരുടെ പ്രവർത്തനത്തിന് വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്നു. ഓക്സിജൻ അവർ പുറത്തേക്ക് കളയുന്നു. ആ ഓക്സിജനെ വീണ്ടും മനുഷ്യര് അല്ലെങ്കിൽ ജീവജാലങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതൊരു പ്രോസസ്സാണ്. ഇത്തരം പ്രോസസ്സുകൾ പ്രപഞ്ചത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലോ പാറ്റേണുകളായിട്ടും അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് പാറ്റേണുകളും ജാലിക വിന്യാസവും നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് പ്രകൃതിയുടെ പാറ്റേൺ, അല്ലെങ്കിൽ ഗയ്യയുടെ പാറ്റേൺ. ഇതിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ആവുന്ന സമയത്ത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടാവുന്നു. അല്ലെ, നമ്മൾ കാണുന്നുണ്ടല്ലോ ഉപയോഗശൂന്യമായ വസ്തുക്കൾ പ്രപഞ്ചത്തിൽ ഉണ്ടാവുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഗയ്യയുടെ കോൺഷ്യസ്നെസ്, ഗയ്യയുടെ ഈ പ്രവർത്തനം, ഗയ്യ ചെയ്യുന്ന പ്രവർത്തനത്തിനോട് നമ്മൾ യോജിച്ചു നിൽക്കാത്തത് കൊണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ നമ്മള് പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പുതിയ ഔട്ട്പുട്ടുകൾ, പുതിയ വേസ്റ്റുകൾ ഇവിടേക്ക് ഉണ്ടാവുന്നു. അതുപോലെ നമ്മളുടെ മനസ്സുകൊണ്ട്, നമ്മളുടെ മനസ്സിന്റെ ചിന്തകൾ കൊണ്ട് അത് വേസ്റ്റ് ആയിട്ട് മാറുന്നു. വാക്കുകൊണ്ട്, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതും ഒരു മോശപ്പെട്ട ഒരു ആശയങ്ങളായിട്ടൊക്കെ നമ്മളുടെ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ പ്രകൃതിയിൽ കാണുന്നു. പക്ഷെ ഗയ്യ പറയുന്നത്, ഗയ്യ ചെയ്യുന്നത് ഉപയോഗശൂന്യമായ ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള ഒരു സിസ്റ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഈ വേസ്റ്റുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേസ്റ്റുകൾ ഉണ്ടാവുന്നു? അത് നമ്മളുടെ ഡീവിയേഷൻസ് ആണ്, ഭ്രംശൻസ്, അതായത് വഴിതിരിവുകളാണ്. വിഭ്രംശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ശരീരം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ? ശരീരം കൊണ്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭാഗമായി വേസ്റ്റുകൾ ഉണ്ടാവുന്നു. അപ്പൊ നമ്മൾ അതില് പെർഫെക്റ്റ്ലി അതിനെ പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്ത് ശരിയായ രൂപത്തിൽ പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ, എവിടെയാണോ അതിന്റെ ധർമ്മം ശരിയായ രൂപത്തിൽ നിർവഹിക്കപ്പെടേണ്ടത് അവിടെ നമ്മൾ പ്ലേസ് ചെയ്യാതിരുന്നാൽ ഇത് വേസ്റ്റ് ആയിട്ട് മാറും, എക്സസ് ആയിട്ട് മാറും. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ വാക്കുകളെ ഏത് സ്ഥലത്താണ്, ഏത് രൂപത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ശരിയായ ധാരണ ഇല്ലാതിരിക്കുന്ന സമയത്ത് പല സ്ഥലത്ത് പല കാര്യങ്ങളും നമ്മൾ പറയും.
അത് പിന്നെ സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും വ്യക്തിയിലാണെങ്കിലും അത് അവിടെ ഒരു പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കും, ടർബുലൻസുകൾ ഉണ്ടാക്കും. അത് വേസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ വാക്കുകൊണ്ടുള്ള വേസ്റ്റുകളായിട്ട് മാറും, ഉപയോഗശൂന്യമായ വസ്തുക്കളായിട്ട് മാറും. അതുപോലെ മനസ്സുകൊണ്ട്, നമ്മളുടെ ആസൂത്രണ സംവിധാനമാണ് മനസ്സ്. മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചിന്തകള്, അനാവശ്യ ചിന്തകൾ ഉണ്ടാവുന്ന സമയത്ത് അതൊരു വേസ്റ്റ് മെറ്റീരിയൽസ് ആയിട്ട് അവിടെ ഫോം ചെയ്യും. അപ്പൊ ഗയ്യ ചെയ്യുന്ന ആ ഒരു ശുദ്ധത, ഗയ്യ എന്നുള്ളത് ശുദ്ധമാണ്, ശുദ്ധ പ്രകൃതിയാണ്. ആ ശുദ്ധ പ്രകൃതി നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിഭ്രംശം സംഭവിച്ച് പല രൂപത്തിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തനങ്ങൾ വിഭ്രംശം സംഭവിച്ചു പോകുന്ന സമയത്ത് ഈ ശുദ്ധത എന്നുള്ളത് നമ്മളിൽ നിന്ന് വിടും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വേസ്റ്റ് ജനറേഷൻ, ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ ആവിർഭാവം നമുക്ക് കാണുന്നു. അപ്പോ ഗയ്യയുടെ കോൺഷ്യസ്നെസ്സിനോട്, ഗയ്യയുടെ ആ ഒരു സിസ്റ്റത്തിനോട്, ആ ഫ്ലോ പാറ്റേണിനോട്, ആ ജാലികാ വിന്യാസത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം, ഉപയോഗശൂന്യമായ വസ്തു എന്നുള്ളത് ഇവിടെ ഉണ്ടാവാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ നമ്മളുടെ അതിന്റെ ഏതൊന്നിന്റെയും ധർമ്മം, ഏതൊന്നിന്റെയും പർപ്പസ്, ഏത് രൂപത്തിൽ ഉപയോഗിക്കണം എന്നുള്ള പർപ്പസ് നമുക്ക് ബോധ്യം ഉണ്ടാവുമ്പോൾ അങ്ങനത്തെ ഒരു എൻറ്റിറ്റി, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവാത്ത സാഹചര്യം നമുക്ക് കാണാൻ കഴിയും, ഉണ്ടാവില്ല. അതാണ് അതിന്റെ ശരിയായ അർത്ഥം. അപ്പൊ നമ്മൾ ആ രൂപത്തിലൊരു കോൺഷ്യസ്നെസ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കാം. അപ്പൊ നമ്മളുടെ വാക്കുകളാണെങ്കിലും പ്രവർത്തനങ്ങളാണെങ്കിലും ആ രൂപത്തില് ആയിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. ഇങ്ങനെ ജീവൻ എന്ന് പറയുന്നത് ഇന്നലെ പ്രതിഭാസമാണെന്ന് പറഞ്ഞു. ജീവനെ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു കണ്ടിന്യൂം, അതിനെ നമ്മൾ ജീവിതം എന്ന് പറയാം. അപ്പൊ ജീവനിലും ജീവിതത്തിലും ഉപയോഗശൂന്യമായ ഒരു വസ്തുവും അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് നീ അത് ഉണ്ടാക്കുകയും അരുത് എന്നാണ് ഗയ്യ പറയുന്നത്. അപ്പൊ ഗയ്യ കോൺഷ്യസ്നെസ്സിനോട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തോട് യോജിച്ചിരിക്കുന്ന സമയത്ത് ഉപയോഗശൂന്യമായ വസ്തു ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യതകളില്ല. പക്ഷെ ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ വ്യാവഹാരിക മെറ്റീരിയൽ വേൾഡ്, യാന്ത്രിക ലോകത്ത് നമുക്കിത് കാണുന്നുണ്ട് അല്ലെ. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളുടെ പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നു, വാക്ക് കൊണ്ടുണ്ടാവുന്നു, മനസ്സുകൊണ്ടൊക്കെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഇവിടെ ഉണ്ടാവുന്നു. പക്ഷെ അത് ഉണ്ടായാലും പ്രപഞ്ചം അല്ലെ ഗയ്യ അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോ അതിന് അതായത് ഗയ്യ അതിനെ റീസൈക്കിൾ ചെയ്യുന്നു അല്ലെങ്കിൽ റീയൂസ് ചെയ്യുന്നു എന്നുള്ള സിസ്റ്റത്തിൽ നമ്മൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ കൂടി റെസിലിയൻസ് എന്നുള്ള ഒരു സിസ്റ്റത്തിലൂടെയാണ് പ്രകൃതി അതിനെ മാനേജ് ചെയ്യുന്നത്, പുനഃസ്ഥാപനം. അപ്പൊ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ ഓഫ് ചെയ്തിട്ടാൽ അത് സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു വരും. കൊറോണ സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടൊരു വിഷയമാണ്. നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗയ്യ അല്ലെ പ്രകൃതിയെ നമ്മൾ കുറഞ്ഞ സമയത്തേക്ക് ഓഫ് ചെയ്തിട്ട സമയത്ത് അത് അതിന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. വേസ്റ്റ്, ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ പ്രപഞ്ചം തന്നെ അതിനെ മാനേജ് ചെയ്തിട്ട് സ്വാഭാവിക അവസ്ഥയിലേക്ക്, നാച്ചുറൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഇത് സംഭവിക്കും. നമ്മളുടെ പ്രവർത്തനങ്ങള് ചില സമയങ്ങളിൽ സ്റ്റോപ്പ് ചെയ്തിട്ടാല്, നമ്മളുടെ ചിന്തകൾക്ക് സ്റ്റോപ്പ് കൊടുത്താല്, നമ്മളുടെ വാക്കുകൾക്ക് വിരാമമിട്ടാൽ, അതായത് മൗനത്തിലായിരിക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ ആവിർഭാവം നമുക്ക് കുറക്കാൻ കഴിയും. ഇത് നിരന്തരം പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റെസിലിയൻസ് എന്നുള്ളത് അല്ലെ. നമ്മള് പിന്നെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നമ്മൾ വിശ്രമിക്കുന്നു. അപ്പോ അവിടെ ഒരു റെസിലിയൻസ്, അവരൊരു പുനഃസ്ഥാപനം സംഭവിച്ച് അതിനെ മാനേജ് ചെയ്യാണ് സംഭവിക്കുന്നത്. അപ്പോ അങ്ങനെ നമ്മളുടെ പ്രവർത്തനങ്ങള്, അതുപോലെ വാക്കുകള്, മനസ്സുകൊണ്ടുള്ള ചിന്തകള് എല്ലാത്തിലും ആ ഒരു വിഭ്രംശമില്ലാതെ ആ ശുദ്ധ പ്രകൃതിയോട് യോജിച്ചിരിക്കുന്ന സമയത്ത്, ആ ഗയ്യ കോൺഷ്യസിനോട് യോജിച്ചിരിക്കുന്ന സമയത്ത് ഉപയോഗശൂന്യമായ വസ്തു എന്നുള്ളത് ഇവിടെ ഉണ്ടാവാത്തൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇനി എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളെ ജീവിതമാണ്, പലതും സംഭവിക്കും. പല സിസ്റ്റത്തിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും. പല രൂപത്തിൽ ഇത് സംഭവിക്കും. അപ്പോഴൊക്കെ ചിലപ്പോൾ ഈ ഉപയോഗശൂന്യമായ അവസ്ഥകൾ നമുക്ക്, വസ്തുക്കൾ ആവിർഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വാക്കുകളായാലും പിന്നെ ചിന്തകളായാലും ആശയങ്ങളായാലും മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളായാലും. അപ്പൊ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ അതൊരു വലിയൊരു പ്രശ്നമാക്കി എടുക്കാതെ ആ സമയങ്ങളിൽ നമ്മൾ ആ സിസ്റ്റത്തിനെ, നമ്മളുടെ സിസ്റ്റത്തിനെ ഓഫ് ചെയ്തിട്ടാല്
ഇത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നുള്ള ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓഫ് ചെയ്തിടാൻ നമുക്ക് തോന്നും. ഇപ്പൊ ചില ആൾക്കാർ നമ്മൾ ഇത് ഓഫ് ചെയ്തിടുന്നതിനെ പറ്റിയുള്ള ഒരു ധാരണ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് റെസിലിയൻസിലേക്ക് പോകില്ല. റെസിലിയൻസിലേക്ക് ഇത് നിരന്തരം പോവാതിരുന്നാല് കുറെ കാലം കഴിയുമ്പോൾ ഈ ഉപയോഗശൂന്യമായ വസ്തുക്കളുടെ സംജാതം, അതായത് സഞ്ചിതം സംഭവിക്കും, അക്യുമുലേഷൻസ് സംഭവിക്കും. ഈ അക്യുമുലേഷൻസ് സംഭവിക്കുന്ന സമയത്ത് ഈ സിസ്റ്റം താറുമാറാവും. അപ്പോ നമ്മളുടെ പ്രവർത്തനത്തിന് ആനുപാതികമായിട്ടുള്ള റെസിലിയൻസ് കൊടുക്കുന്ന സമയത്ത് സിസ്റ്റം ഉപയോഗശൂന്യമായ വസ്തു എന്നുള്ള ഒരു സംഭവത്തിനെ റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യും. ഇത് നമുക്കറിയാം, നമ്മൾ പല രീതിയിൽ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് ലൂപ്പുകള്, നെഗറ്റീവ് ഫീഡ്ബാക്കുകള്, പോസിറ്റീവ് ഫീഡ്ബാക്കുകള്. നമ്മളിവിടെ പ്രകൃതിയിൽ എന്താണോ ആവശ്യമുള്ളത്, എന്തിന്റെ ഡെഫിഷ്യൻസിയാണോ ഉള്ളത്, അതിനനുസരിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ ശരീരം വേറെ രീതിയിൽ എടുക്കും. അതുപോലെ തന്നെ എന്താണോ കൂടുതലുള്ളത് അതിനെ കുറക്കാൻ വേണ്ടി വേറെ ഫീഡ്ബാക്ക് മെക്കാനിസം ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസത്തിലൂടെ കടന്നു പോയിട്ടാണ് ശരീരം അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം ഈ ഒരു സിസ്റ്റത്തിനെ വേസ്റ്റ് മെറ്റീരിയൽസിനെ മാനേജ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഉപയോഗശൂന്യമായ വസ്തുക്കള് നമ്മളിവിടെ ഉണ്ടാക്കരുത് എന്നുള്ളൊരു കോൺഷ്യസ്നെസ്, എന്നുള്ളൊരു അവബോധം നമ്മളിൽ ഉണ്ടാവണം. ആ അവബോധം ഉണ്ടാവണമെങ്കിൽ ഗയ്യ ചെയ്യുന്ന ആ പ്രവർത്തനത്തിന് നമ്മൾക്ക് ബോധ്യം ഉണ്ടാവണം. അല്ലാതെ നമ്മൾ ഉണ്ടാക്കരുത് എന്ന് ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ ഇതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഗയ്യ കോൺഷ്യസ്നെസ്, ഗയ്യ പറയുന്ന വിഷയത്തില് പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നുള്ള ആ ഒരു എസെൻസ് നമ്മൾ ബോധ്യപ്പെടുന്ന സമയത്ത് അതിനോട് ചേർന്ന് നിന്ന് ആ ശുദ്ധ പ്രകൃതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. അത്തരം നിരീക്ഷണങ്ങൾ നമ്മളുടെ മനസ്സില്, നമ്മളുടെ ചിന്തകളില്, നമ്മളുടെ അനുഭവത്തില്, എല്ലാത്തിലും ആ ഒരു കോൺഷ്യസ്നെസ് നമ്മളിൽ ഉണ്ടാവട്ടെ. ആ നിരീക്ഷണത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ ഒരു ചിന്ത വന്ന് അതിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.